പണ്ടൊന്നും ഈ സാധനത്തിന് ഇത്ര ടേസ്റ്റ് ഉണ്ടായില്ല. അതുകൊണ്ട് ഞാൻ കഴിക്കാൻ സത്യമായിട്ടും ഇപ്പം നല്ല ടേസ്റ്റാണ്. പയറൊക്കെ ക്വാളിറ്റി മാറിയിരിക്കണു. പണ്ടൊക്കെ ഇട്ടില്ല, എനിക്ക് തീരെ ഇഷ്ടമില്ലായിരുന്ന ഫുഡൊക്കെ ആയിരുന്നു ചെറുപയർ, സാമ്പാറിലെ കഷ്ണങ്ങൾ, കുമ്പളങ്ങ, മോര് കറി, വെണ്ടയ്ക്ക തോരൻ. ഇതൊക്കെ ഞാനിപ്പോൾ സ്വയം ഉണ്ടാക്കിയിട്ട് രസിച്ച് കഴിക്കും. ഇതൊക്കെ എൻ്റെ അമ്മ അറിഞ്ഞാലുണ്ടല്ലോ പെടലി അടിച്ച് തിരിച്ചു വയ്ക്കും. എന്താണോ വയസ്സായതിൻ്റെ ആയിരിക്കും എന്ന് വിചാരിക്കാം. ഇന്നിപ്പോൾ എന്തായാലും കുറച്ച് ചെറുപയർ കറിയും ഗോതമ്പ് കൂട്ടും ഉണ്ടാകാം. സോ വെൽക്കം ബാക്ക് ടു ഇൻസൈഡ് ദ ചാക്ക്. അരക്കപ്പ് ചെറുപയറിലേക്ക് പകുതി സവോള, പകുതി തക്കാളി, ഒരു 2 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്. ഇത്രയും സാധനങ്ങൾ നമുക്ക് ഒരുമിച്ച് കുക്കറിലേക്ക് ഇടാം. അതിനകത്തേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് 3 വിസിൽ വരുന്ന വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. നമുക്കിനി ഇത് റെഡിയാവുന്ന സമയം കൊണ്ട് ഇതിനുള്ള അരപ്പ് റെഡിയാക്കാം. കുറച്ച് തേങ്ങ, ഒരു ചെറിയുള്ളി, ഇച്ചിരി ജീരകം, ഇതൊക്കെ കൂടെ ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇതിലിപ്പോൾ ഒരു 3 സ്പൂൺ തേങ്ങ, ഒരു ചെറിയുള്ളി, പിന്നെ ഇത്തിരി ജീരകം, അതാണുള്ളത്. ഇത് നമുക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാം. നമ്മുടെ അരപ്പോടെ സെറ്റാണ്. 3 വിസിലും വന്നു. ഇനിയപ്പോൾ നമുക്ക് അതൊരു 10 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് പുട്ടുപൊടി ഒന്ന് കുഴച്ച് വയ്ക്കാം. 1 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തേക്കണേ. അതിനകത്തേക്ക് ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഗോതമ്പ് പുട്ടുപൊടിയാണ്. പണ്ട് ഈ സാധനം ഞാൻ കഴിക്കാറില്ലായിരുന്നു. ഇപ്പോഴാണ് ഇതും കഴിച്ചു തുടങ്ങിയത്. ഇപ്പോൾ ഇത് സ്ഥിരമാണ്. സ്ഥിരം മീൻസ് പുട്ടുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഗോതമ്പ് പുട്ടാണ് കൂടുതലും പ്രിഫർ ചെയ്യാറ്. എനിക്ക് പരിപ്പുട്ടിനേക്കാളും ഇതാണ് ഇഷ്ടം. എനിക്ക് തോന്നണേ പ്രായമാവും തോറും നമ്മുടെ ടേസ്റ്റ് ബഡ്സിനൊക്കെ ഭയങ്കര വ്യത്യാസം വരുന്നുണ്ട് തോന്നുന്നു. കാരണം പണ്ട് എനിക്ക് ഗോതമ്പ് പുട്ടൊന്നും വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ അത്യാവശ്യം കഴിക്കും. ഇങ്ങനെയും വേറെ കുറേ സാധനങ്ങളുണ്ട്. നിങ്ങൾക്കും ഉണ്ടാവുമെന്ന് തോന്നുന്നു. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ പണ്ട് കഴിച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പം കഴിക്കാത്ത സാധനം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പണ്ട് നിങ്ങൾ തീരെ കഴിക്കാറില്ല ഇപ്പം നിങ്ങൾ കഴിക്കണ സാധനം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. പുട്ടുപൊടി എനിക്ക് നാളെ രാവിലെ കഴിക്കാനുള്ളതും കൂടെ ഇപ്പോഴത്തേക്ക് ആക്കി വയ്ക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നാളെ രാവിലെ എണീറ്റിട്ട് ജസ്റ്റ് പുട്ടുണ്ടാക്കി കഴിച്ചിട്ട് പോകാമല്ലോ. അപ്പോൾ അതും നാളെ രാവിലത്തെ പണിയും തീർന്നു. ഓക്കെ, പുട്ടുപൊടിയും സെറ്റായിട്ടുണ്ട്. ചെറുപയർ വെന്ത് വന്നിട്ട് നമുക്ക് ഈ അരപ്പിടാം. അതിനകത്ത് കുറച്ച് വെള്ളം കൂടെ വെച്ചിട്ട് അത് കഴുകി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡിയായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ താളിച്ചൊഴിക്കണം. ഇതിവിടെ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. നമുക്ക് താളിക്കാനുള്ള സാധനങ്ങൾ റെഡിയാക്കാം. താളിക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്തേക്ക് വയ്ക്കുക. ഞാനൊക്കെ എപ്പോഴും ഈ അപ്പച്ചട്ടിയിലാണ് താളിക്കുക. വേറെ പാത്രമൊന്നും, കുഴിയുള്ള പാത്രമൊന്നും ഇവിടെ ഇല്ല. എനിക്ക് തോന്നിട്ടില്ല. എല്ലാവരും ഇതൊക്കെ തന്നെ ആയിരിക്കും. ഇല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും സാധാരണ ഫ്രൈയിങ് പാനിൽ തന്നെ ഇട്ടാക്കും. അപ്പച്ചട്ടി വരെ ലക്ഷറിയാണ് ബാച്ചിലേഴ്സിന്. അത്യാവശ്യം എണ്ണ ഒഴിക്കുക. തിരുവനന്തപുരം സൈഡിലൊക്കെ ഈ നെയ്യൊക്കെ ഒഴിച്ച് താളിക്കും ഈ ചെറുപയർ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ. അതൊരു വേറെ ടേസ്റ്റാണ്. ചോറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നല്ല ടേസ്റ്റാണ്, നല്ല രസമാണ്. കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇത്തിരി ചെറിയുള്ളി ഇട്ടു. ആ ചെറിയുള്ളി ഒന്ന് മൂപ്പിക്കാം. ചെറുതായിട്ട് കളർ മാറി വരുന്ന വരെ ചെറിയുള്ളി ഒന്ന് മൂപ്പിക്കാം. നമ്മൾ അതിൻ്റെ അകത്തേക്ക് വറ്റൽമുളകും വേപ്പില ഇടണം. ഒരു 2 വറ്റൽമുളകും കുറച്ച് വേപ്പിലയും. ഒന്ന് സെറ്റായി വരുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല ഇടുക.
വേഗം തീ ഓഫ് ചെയ്തോളുക. ആ കറിയിലേക്ക് എടുക്കുക, ഒഴിക്കുക. എന്നിട്ട് ഈ പാത്രത്തിൽ ബാക്കിയുള്ളതും കൂടെ ഇത്തിരി കറി എടുത്തിട്ട് ഒഴിച്ചാൽ റെഡി. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പുട്ടും കൂടെ വയ്ക്കണം. നമുക്ക് പുട്ട് വയ്ക്കാൻ അതിന് ആദ്യം ഇത്തിരി തേങ്ങ ഇടുക. ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കണേ. എനിക്ക് തേങ്ങ അത്യാവശ്യം നന്നായിട്ടുണ്ട്, ഇഷ്ടമാണ്. അപ്പോൾ ഇഷ്ടമുള്ള അത്രയും തേങ്ങ ഇടുക, പൊടി ഇടുക, വീണ്ടും ഇത്തിരി തേങ്ങ ഇടുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് സെറ്റ്. ഇനിയിപ്പോൾ പുട്ടായി വരുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. നമുക്കപ്പോൾ കഴിച്ചു നോക്കാം. പണ്ടൊന്നും ഈ സാധനത്തിന് ഇത്ര ടേസ്റ്റ് ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഞാൻ കഴിക്കാൻ. സത്യമായിട്ടും ഇപ്പം നല്ല ടേസ്റ്റാ. പയറൊക്കെ ക്വാളിറ്റി മാറിയിരിക്കണു. അതാണ്. അല്ലാണ്ട് ഒരാൾക്ക് എങ്ങനെ ഇങ്ങനെ മാറാൻ പറ്റുക? അപ്പോൾ ബൈ.